യോ ഹോമീസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജുജുത്സു കൈസൺ സുക്ണ വേഴ്സസ് ഗോജയുടെ പാർട്ട് 2 അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 222 ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 222യിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പാനൽ, ഉറാമെ സുഗുണയുടെ ഒരു ഫിംഗർ വെച്ച് ബാക്കി എല്ലാ ഫിംഗറും അവിടെ ബ്രിങ് ചെയ്യും. എന്നിട്ട് ഉറാമെ പറയും, മൈ ലോർഡ് സുഗുണ, എന്നോട് ക്ഷമിക്കണം, കാരണം നിങ്ങളുടെ അവസാന ഫിംഗർ എനിക്ക് കൊണ്ടുവരാൻ ആയിട്ടില്ല. പ്ലീസ് സുഗുണ, ഐ ആം റിയലി സോറി. എന്നിട്ട് ഉറാമെ പറയും, നിങ്ങൾ തരുന്ന എല്ലാ പനിഷ്മെന്റും ഞാൻ അക്സെപ്റ്റ് ചെയ്യും, പ്ലീസ് പനിഷ് മീ. അപ്പോൾ സുഗുണ പറയും, ദാറ്റ്സ് ഫൈൻ, അത് കുഴപ്പമൊന്നുമില്ല. ആ അവസാന ഫിംഗർ ഗോജയുടെ അടുത്താണ്. എന്നിട്ട് ഉറാമെ ചോദിക്കും, അത് അവനിക്ക് എങ്ങനെ കിട്ടി? സുഗുണ പറയും, അത് ആ ബ്രാഡ് യൂജിയെ ഹയർ അപ്സിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഗോജോ അവസാന ഫിംഗർ അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സുഗുണ പറയും, എനിക്ക് ഉറപ്പാണ് ആ അവസാന ഫിംഗർ ഗോജയുടെ അടുത്ത് തന്നെയാണ്. ഉറാമെ ചിന്തിക്കുന്ന ഒരു കാര്യം കാണിക്കും, ആ ബ്രാഡ് ഗോജോ കുത്തിയ വൂണ്ട് ഇതുവരെ പോയിക്കില്ല, എത്ര റിവേഴ്സ് കേഴ്സ് ഉപയോഗിച്ചിട്ടും അത് പോകുന്നില്ല. എന്നിട്ട് സുഗുണ പറയും, ആ അവസാന ഫിംഗർ അല്ലേ, അത് കുഴപ്പമില്ല, എന്റെ ഹയ്യ നിറയത്തെ ബോഡി ഉപയോഗിച്ച് ഞാനത് റെഡിയാക്കിക്കോളും. എന്നിട്ട് സുഗുണ അവന്റെ ഹയ്യാനേറെയുള്ള ആ ബോഡി ഭക്ഷിക്കാൻ തുടങ്ങും. എന്നിട്ട് അടുത്ത സീൻ കെഞ്ചാക്കൂടെ അടുത്തായിരിക്കും. എന്നിട്ട് കെഞ്ചാക്ക് പറയും, അങ്ങനെ 19 ദിവസം കഴിഞ്ഞു, എത്ര കോളനിയിൽ കയറാത്ത പ്ലേയേഴ്സ് കേഴ്സ് ടെക്നിക് റിമൂവൽ വെച്ച് മരിച്ചു കൊഗാനെ പറയും 61. ഞാൻ അവരെ എല്ലാവരെയും കാണിക്കണോ കെഞ്ചാക്കു? അപ്പോ കെഞ്ചാക്ക് പറയും, നോ താങ്ക്സ്, കുഴപ്പമില്ല. എന്നിട്ട് കെഞ്ചാക്ക് ചോദിക്കും, അപ്പോ അവർ എന്തിനെ പേടിച്ചാണ് റിമൂവ് ആയത്? കൊല്ലുന്നതിനെ കുറിച്ചോ അല്ലെ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചോ? അപ്പോ കൊഗാനെ പറയും, അത് അവരുടെ ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള കാര്യമല്ല അവരെ മരണത്തിലേക്ക് നയിച്ചത്. അപ്പോ കെഞ്ചാക്ക് പറയും, ഹിഗുറുമ ഹിറോമി ആഡ് ചെയ്ത റൂൾ ആ രണ്ടിനെയും അവോയ്ഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് കെഞ്ചാക്ക് പറയും, ഈ കൺട്രിയിലെ ജനങ്ങൾ മൊത്തം വിചാരിക്കുന്നത് റിയാലിറ്റി എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നതെന്നാണ്. പക്ഷെ അവർക്കറിയില്ല അവർ മരണത്തിന്റെ തൊട്ടു മുമ്പിലാണെന്ന്. ഒരു മനുഷ്യനും അവരവരുടെ ജീവൻ പണയം വെക്കാൻ ധൈര്യമുള്ളവനല്ല. ആരെങ്കിലും അവരെ അപകടത്തിലാക്കുമെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പോഴും ഭാവിയും പ്രതീക്ഷയില്ലാത്തവർ ഏതു സമയവും മരിക്കാൻ തയ്യാറായിരിക്കും. സ്വന്തം ഡ്രീം, ഗോൾ അതെല്ലാം കിട്ടുന്നതിനായി പിറകിലേക്ക് നടക്കാത്തവരെ ഞാൻ വെറുക്കുന്നു. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്, ടെങ്കൻ. എന്നിട്ട് അടുത്ത സീനിൽ ഗോജോവും ഇച്ചിജിയും ഷോക്കും അവിടുന്ന് വർത്താനം പറയുന്നുണ്ടാവും. എന്നിട്ട് ഗോജോ പറയും, ഞാൻ വിചാരിച്ചു നാനാമി എങ്ങനെയാണെങ്കിലും സർവൈവ് ചെയ്യുന്നതാണ്. അതിൽ ഇച്ചിജി പറയും, ഐ ആം സോറി ഗോജോ. അപ്പോൾ ഗോജോ ചോദിക്കും, നീ എന്തിനാ സോറി എന്ന് പറയുന്നേ? അപ്പോൾ ഇച്ചിജി പറയും, ഞാൻ വിചാരിച്ചു നാനാമി മരിച്ചുകൊണ്ട് നീ എന്തുകൊണ്ട് മരിച്ചില്ല എന്ന് എന്നോട് ചോദിക്കുമെന്ന്. ഇപ്പോൾ ഗോജോ പറയും, നീ എന്നെ അങ്ങനെയാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് ഗോജോ പറയും, നീ ഇവിടെ നിൽക്ക്, നിനക്ക് ഏറ്റവും നല്ലൊരു ജോബ് ഉണ്ട് ചെയ്യാനായി, ഷാർപ്പായി നിന്നോ. എന്നിട്ട് ചോക്കോ പറയും, ഈനോന് നാനാമിയെ കുറിച്ച് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്നിട്ട് അടുത്ത സീൻ മേമയുടെ അടുത്തായിരിക്കും. മേമ ഇവിടുന്ന് ഗ്യാമ്പിളിങ് ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന നേരം. മേമ പറയും, പണ്ടത്തെ സോസറസ് അറീനയിൽ ഫൈറ്റ് ആയിട്ടാണ് ക്യാഷ് ഉണ്ടാക്കൽ, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു കേഴ്സസിനെ കൊന്നാൽ എനിക്ക് പൈസയാണ്. എന്നിട്ട് അവളുടെ ടെക്നിക്കായിട്ട് അഭിമാനിക്കും. എന്നിട്ട് അടുത്ത സീൻ കുസാകാബയും യൂജിയും സ്പാർ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് യൂജി കുസാകാബയെ മറിച്ചിടും. എന്നിട്ട് യൂജി പറയും, ഇത് വാമപ്പിന് മതിയായില്ലേ, മാസ്റ്റർ ഇറ്റ് ഓൾറെഡി ഇത്തദോരി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ഇത്തദോരി എന്തിനാണ് യൂജി പറയുന്നത്? നിങ്ങൾക്ക് അറിയെങ്കിൽ അത് കമന്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സീൻ ഇനോമാക്കിയും യൂത്തയും നടന്നു വരുന്നുണ്ടാവും. യൂത്ത ചോദിക്കും, ഡോണ്ട് വറി ഇനോമാക്കി, ഞാൻ HQവിനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ആം യൂജി അല്ല വെട്ടിയത്, സൂക്കുണയാണ് വെട്ടിയതെന്ന്. എന്നിട്ട് അടുത്ത സീൻ കെഞ്ചാക്കുയുടെ അടുത്തായിരിക്കും. കെഞ്ചാക്കു പറയും, നിങ്ങൾ സുഗുണയോട് ഫൈറ്റ് ചെയ്യുന്ന അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള സോസറേഴ്സിനെ ഇല്ലാതാക്കിയിട്ട് വരുന്നു. എന്നിട്ട് ഉറാമി പറയും, വേഗം പോട്. എന്നിട്ട് കെഞ്ചാക്കു പറയും, ഞാൻ എങ്ങനെ പോവാനാ, സുഗുണ എന്നെ ഇന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു, സുഗുണ എന്നെ രക്ഷിച്ചു. എന്തായാലും ഇന്ന് വരെ ഞാൻ ഒരു നീക്കം നടത്താൻ
പ്ലാൻ ചെയ്തിരുന്നില്ല. എങ്ങാനും സാത്തോറു ഗോജോ തോറ്റാൽ അവരുടെ ജയിക്കാനുള്ള ചാൻസ് സാത്തോറു ഗോജോ മരിച്ച ഉടനെ സുഗുണയോട് ഫൈറ്റ് ചെയ്യലാണ്. അവരുടെ ബാക്കി മെയിൻ സോർസറേഴ്സ് ഇൻക്ലൂഡിങ് ഒക്കൊച്ചു യൂത്ത ബിസി ആയിരിക്കും ഈ 2 ദിവസം. ഇന്ന് നിങ്ങൾ 2 പേരുടെയും ഇടയിൽ ബിസി ആയിരിക്കും. ആ സമയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എന്നിട്ട് അടുത്തത് ഹക്കാരിയും പാണ്ഡയും പറയും ഗുഡ് ലക്ക് ഡോണ്ട് ഡൈ. അപ്പോൾ ഹക്കാരി പറയും അടുത്ത ദിവസം റെഡിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ പാണ്ഡ പറയും യാ, പക്ഷേ അവൻ ഫൈറ്റ് ചെയ്ത് ഒന്നും തോറ്റിട്ടില്ലല്ലോ. അപ്പോൾ കിറാറ പറയും അപ്പോൾ നമ്മൾ അവനെ കുറിച്ച് പേടിക്കേണ്ടതും ചിറയേണ്ടതുമില്ലല്ലോ. അപ്പോൾ ഇനമാക്കി പറയും കെൽപ്പ്. എന്നിട്ട് യൂത്ത ചിരിച്ചുകൊണ്ട് പറയും അവനിക്കിത് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ മാക്കി പറയും അവൻ എങ്ങാനും ഓവർ കോൺഫിഡന്റ് ആണെങ്കിൽ സുഗുണ പഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവനെ പഞ്ച് ചെയ്യും. എന്നിട്ട് അടുത്ത സീൻ ഗോജയുടെ ഒരു ബാഡാസ് എൻട്രി തന്നെയായിരിക്കും. അപ്പോൾ യൂജി പറയും സെൻസേ നിങ്ങളുടെ കേസ് ടെക്നിക്ക് വൈയിലുണ്ട്. അപ്പോൾ ഗോജ ചിരിച്ചുകൊണ്ട് പറയും ഗിവ് ഇറ്റ് ടു മീ. എന്നിട്ട് യൂജി ഗോജയുടെ ഷോൾഡറിൽ ഒരു പാറ്റ് കൊടുക്കും. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഗോജോയിനെ ചിയർ ചെയ്യും. എന്നിട്ട് ഹിഗുറുമ പറയും അവനെ തീർക്ക് കണ്ണുകെട്ടി ഇഡിയറ്റ്. അപ്പോൾ ചോസ പറയും നീ നിന്റെ ശരിക്കത്തെ മുഖം കാണിക്കൂ ഗോജോ. എന്നിട്ട് ഷോക്ക പറയും നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിക്കണം. എന്നിട്ട് താക്ക പറയും കിക്ക് ഹിസ് ആസ് ഗോജോ. അപ്പോൾ ഗോജ പറയും യാ ഐ ഗോ ദിസ്. എന്നിട്ട് അടുത്ത സൂക്കുണയുടെ എൻട്രി. അങ്ങനെ ചാപ്റ്റർ 222 അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.